പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപേറിയ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തകാര്യം ഞാൻ പ്രാരംഭമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു ദൈവമുണ്ട്. നമുക്ക് ആരാധിക്കാൻ, നമുക്ക് സ്നേഹിക്കാൻ, നമുക്ക് പിൻപറ്റാൻ, നമുക്ക് ചേർന്ന് നടക്കാൻ നല്ലൊരു ദൈവം ഈ പകലിലുണ്ട്. എനിക്കൊരു ദൈവമുണ്ട് എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ ലോകത്തിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയ ദൈവത്തിന് പ്രീതിയും പ്രസാദവും നൽകാൻ വേണ്ടി അവർ ശരീരത്തെ മുറിച്ചു, അവർ രക്തമൊഴുക്കി, അവരുടെ പ്രാണനെയും ചിന്താശക്തികളും പല സമയങ്ങളിലായി മുറിപ്പെട്ടു. സ്വന്തം ശരീരത്തെ മുറിച്ചെങ്കിലും, സ്വന്തം ചിന്താമണ്ഡലത്തെ അറുത്തെങ്കിലും ഞാൻ കണ്ടെത്തിയ ദൈവം എന്നെ പ്രീതിപ്പെടുത്തണം, പ്രസാദം തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറയുടെ നടുവിലാണ് ദൈവമക്കൾ ആരാധിക്കുന്നത്. എന്നാൽ ഈ പകലിൽ ഇന്ന് ഇവിടെ ആരാധിക്കാൻ വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യതയോടെ പറയാൻ കഴിയും, ഞാൻ കണ്ടെത്തിയ ഒരു ദൈവത്തെ അല്ല, പകരം എന്നെ കണ്ടെത്തിയ ദൈവത്തെ ഞാൻ ഇന്ന് പകലിൽ ആരാധിക്കുന്നു. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മുറിപ്പെട്ട് രക്തമൊഴുക്കിയ ശരീരങ്ങളെ അവിടുന്ന് തൊട്ട് സുഖമാക്കി, മുറിവേറ്റ പ്രാണനെ അവിടുന്ന് സുഖമാക്കി, എല്ലാ ജീവിതത്തിൻ്റെ ചിന്താശക്തികളെയും ബലഹീന അവസ്ഥകളെയും അവിടുന്ന് ശക്തമാക്കി, ബലപ്പെടുത്തി തൻ്റെ സന്നിധിയിൽ നിർത്തി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നത് നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. അടുത്തിരിക്കുന്നവർ കൈകൊടുത്ത് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നമുക്ക് പറയാം, നാം സിറ്റി ചർച്ചിൽ വന്നിരിക്കുന്നത് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ച് ഉറപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ആ ഒരു ഭാഗത്തിൽ നിന്നാണ്. നാം രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. 1 തെസലോനിക്കർ 5-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്, അടിവരയിടേണ്ട പദമാണ്, തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്, അടുത്ത പദം അടിവരയിടണം, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവമക്കളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. നാം എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നു? എന്നെ ദൈവം രക്ഷിച്ചിരിക്കുന്നു എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. നാം എന്തുകൊണ്ട് ഈ ദൈവരാജ്യത്തിൽ കർത്താവ് നൽകുന്ന നന്മകളെ അനുഭവിച്ച് മറ്റുള്ളവരെ ഇത് അറിയിച്ച് ജീവിക്കുന്നു? കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, നാം രക്ഷിക്കപ്പെട്ടവരാണ്, നാം രക്ഷിത ഗണമാണ്. ഹല്ലേലൂയ. തെസലോനിക്ക ലേഖനത്തിൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുന്നതിന് മുൻപായി ഏതാനും നിമിഷങ്ങൾ ആ ലേഖന ഭാഗത്തിൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആ തെസലോനിക്ക ലേഖനത്തിൻ്റെ പ്രഥമമായ സന്ദേശം എന്ന് പറയുന്നത് വീണ്ടും വരുന്ന യേശു എന്നുള്ളതാണ്. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉറച്ച പ്രതീക്ഷയും രക്ഷാനായകൻ്റെ മടങ്ങി വരവും പരസ്യമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും ഒരു വലിയ കാഹളധ്വനിയോടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ് തെസലോനിക്ക ലേഖനം. ഇത് ഒരു മനുഷ്യനാൽ എഴുതപ്പെടാത്ത ലേഖനമാണ്. ഇതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ ഇത് ദൈവവചനമായി ദൈവമക്കൾക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഓരോ അധ്യായത്തിലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 1, 2, 3, 4, 5 അധ്യായങ്ങളായി നമുക്ക് പഠിക്കാൻ വേണ്ടി, നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഭാഗം തിരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ബൈബിളിൽ അത് പരിശോധിക്കാവുന്നതാണ്. 1-ാമത്തെ അധ്യായം 3-ഉം 10-ഉം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായി തീരണം. മാത്രമല്ല 1-10 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിക്കുന്നവരായി നാം തീരണം. 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എപ്രകാരമായിരിക്കും, അതിനായി നിങ്ങൾ കാത്തിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു തങ്ങളുടെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് കൊടുത്തിരിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഗംഭീരമായ മടങ്ങിവരവ്. 5-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം നാം വായിച്ച ഭാഗം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ രക്ഷാനായകൻ്റെ മടങ്ങിവരവും
ശീഘ്രം സംഭവിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ലേഖനമാണ് തെസലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനാണ് ഞാൻ ഈ ലേഖനം പഠിക്കേണ്ടത്, ഈ എഴുത്ത് പഠിക്കേണ്ടത്? ഇത് വേദപുസ്തകത്തിൽ ചേർത്തതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണ്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവസഭ ഒരുങ്ങണം. ആമേൻ. അടുത്തിരിക്കുന്നത് പറയാം, നാം ഒരുങ്ങണം. തെസലോനിക്ക സഭയെക്കുറിച്ച് അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് കേട്ടോ. സിറ്റി ചർച്ചിനെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനും ചില നല്ല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അപ്പോസ്തലന്മാർക്കും കർത്താവിനും അനുകാരികളായി തീർന്ന സഭയാണ് തെസലോനിക്ക സഭ. മാത്രമല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന സകല ദൈവസഭകൾക്കും ഇവർ മാതൃകയുള്ളവരായിരുന്നു. കാരണം ഇവരെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവർ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ദൈവവചനമായി തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ശിഷ്യന്മാർ പ്രസംഗിച്ചോ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചോ, ഇടയിലുള്ള ഒരു സഹോദരനോ സഹോദരിയോ എഴുന്നേറ്റ് പ്രസംഗിച്ചോ എന്നുള്ളതിലല്ല, ആര് ഉപദേശം കൊടുത്താലും അത് ദൈവത്തിൻ്റെ വചനമായി ഇവർ സ്വീകരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു, ഇവർ ദൈവവചനമായി സ്വീകരിച്ചപ്പോൾ ആ ദൈവവചനം ശക്തിയോടെ ഇവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഞാനിന്ന് പകലിൽ അവിടെ നിന്നൊരു ആത്മീയ ദൂത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ ഇരു കൈകളോടെ കർത്താവിൽ ആശ്രയിച്ച് ദൈവാത്മാവിലുള്ള സകല ശരണം വിട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ദൈവവചനമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ആപത്ത് ഘട്ടങ്ങളിൽ ഈ ദൈവവചനം നിങ്ങളെ താങ്ങും, അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. മാത്രമല്ല, തെസലോനിക്ക സഭയെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ അമ്മയെപ്പോലെ പോറ്റിയ സഭയാണ് തെസലോനിക്ക സഭ. അപ്പനെപ്പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചതുമായ സഭയാണ് തെസലോനിക്ക സഭ. അമ്മയെപ്പോലെ ഇവരെ പോറ്റണമെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ മക്കളെപ്പോലെ അവരോടൊപ്പം ചേർന്ന് നിന്നു എന്നർത്ഥം. അപ്പനെപ്പോലെ ഉത്സാഹിപ്പിച്ചു എന്നവർ പറയണമെങ്കിൽ അവർ മക്കളെപ്പോലെ അപ്പനോട് കൂടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. വിശ്വാസികളെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ഈ തെസലോനിക്ക സഭയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അപ്പോസ്തലന്മാർ എവിടെയായിരുന്നാലും, അത് കാരാഗൃഹത്തിലായാലും കുണ്ടറകളിലായാണെങ്കിലും ചങ്ങലകളിലാണെങ്കിലും ഇനി മൃഗത്തിൻ്റെ മുൻപിലാണെങ്കിലും മൃഗതുല്യരായ മനുഷ്യരുടെ മുൻപിലാണെങ്കിലും കുന്തമുനകളുടെ മുൻപിലാണെങ്കിലും തെസലോനിക്കയിലെ ദൈവസഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ പ്രാർത്ഥന കൊണ്ട് നിറയുമായിരുന്നു. നമ്മുടെ ചേർച്ചിൽ ശുശ്രൂഷിക്കുന്ന സഹശുശ്രൂഷകന്മാർ, ടീം ലീഡേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മറ്റ് പലവിധ പുത്രികാ സംഘടനകൾ പ്രവർത്തിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് എനിക്കും ഒരു ആഹ്വാനം തരാനുള്ളത്, സിറ്റി ചർച്ചിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനകളാൽ നിറയപ്പെടണം. ആമേൻ. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചേർച്ചിൻ്റെ വർധനവ്, ചേർച്ചിൻ്റെ നടത്തിപ്പ്, ചേർച്ചിൽ കടന്നു വരുന്ന ദൈവമക്കളുടെ ഉന്നമനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മടിയില്ലാത്തവരായി തീരണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, തെസലോനിക്ക സഭയിൽ ശുശ്രൂഷകന്മാരുടെ ശുദ്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഗാന ശുശ്രൂഷകൾ ചെയ്യുന്നവർ, വചന ശുശ്രൂഷ ചെയ്യുന്നവർ, മാത്രമല്ല ചേർച്ചിനകത്ത് പലവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവർ. അതിൻ്റെ ശുശ്രൂഷയാണ്, സേവയാണ്, സെർവിംഗ് ആണ്. വി ആർ സെർവിംഗ് എ മാജസ്റ്റി മാസ്റ്റർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ശുദ്ധി ഉണ്ടാകണം. എന്തിൽ ശുദ്ധി ഉണ്ടാകണം? അവരുടെ പ്രവർത്തനത്തിൽ ശുദ്ധി ഉണ്ടാകണം, അവരുടെ വാക്കിൽ ശുദ്ധി ഉണ്ടാകണം, അവരുടെ ധാർമ്മിക ഇടപെടലിൽ ശുദ്ധി ഉണ്ടാകണം. പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, ചേർച്ചിനകത്ത് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശുദ്ധിയുള്ളതാകണം, അവരുടെ ഇടപെടലുകൾ ശുദ്ധിയുള്ളതായിരിക്കണം, അവരുടെ ചിന്തകൾ ശുദ്ധിയുള്ളതായിരിക്കണം. ഞാൻ പലപ്പോഴും ദൈവസഭയോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, തെസലോനിക്ക സഭയിലുള്ള ദൈവവിശ്വാസികളുടെ ഇടയിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുവാനായിട്ടിടയായി. ആമേൻ. ഇത് കേവലം ഒരു പശ്ചാത്തലം മാത്രമാണ്. നമ്മൾ തുടർന്ന് എടുത്ത വാക്യത്തിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യുകയാണ്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത്, യേശുവിൻ്റെ വരവിന് വേണ്ടി അനുദിനം ഒരുങ്ങണം. ആമേൻ. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ട് മുകളിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തി നിങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഞാനൊരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൽ ഇപ്രകാരം എഴുതി വെച്ചു, ജീസസ് ക്രൈസ്റ്റ് ഷാൾ കം സൂൺ എന്ന് എഴുതി ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഇട്ട് എനിക്ക് കാണത്തക്ക നിലവാരത്തിൽ ഞാൻ ചുവരിൽ ഒട്ടിച്ചു വെച്ചു. ഇന്നും അതവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എപ്പോഴൊക്കെ റൂമിൽ കയറുമോ, വായിക്കാൻ, പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ റൂമിൽ കയറുമ്പോൾ എൻ്റെ കണ്ണ് അതിലായിരിക്കണം. യേശു വേഗത്തിൽ മടങ്ങി വരുന്നു എന്ന് ആ സംഭവം എൻ്റെ മുന്നിലേക്ക് ഓടിക്കണം. അതെൻ്റെ ജീവിതത്തിൽ ഒരു സെല്ലായി പ്രവർത്തിക്കണം. a powerful source. യേശു വരുന്നു, എനിക്ക് യേശുവിനെ കാണണം. ആമേൻ.
ഈ പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ കാണുവാൻ? നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഭൗതിക ലൗകിക മോഹങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുമ്പോൾ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ, നാം അക്ഷീണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഒരു കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി അനുദിനം നാം ഒരുങ്ങുന്നവരായി തീരണം. ദൈവമക്കൾ എന്തിനാണ് യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? ഒരു ചോദ്യം ചോദിക്കണം. ദൈവമക്കൾ എന്തിനു വേണ്ടി യേശുവിൻ്റെ മടങ്ങി വരവിന് കാത്തിരിക്കണം? വേറെ ഒന്നിനുമല്ല, അമർത്യരാകാൻ. ഹല്ലേലൂയ! അമർത്യരാകാൻ, അക്ഷയനാകാൻ, തന്നെ പോലെയായി തീരാൻ. പ്രൈസ് ലോർഡ്. അമർത്യനായ യേശു ക്രിസ്തു അമർത്യരല്ലാത്ത മനുഷ്യരെ അമർത്യതയിലേക്ക് ആനയിക്കുന്ന അത്ഭുത നിമിഷമാണ് നമ്മുടെ ആത്മനാഥന്റെ ആഗമനം എന്ന് പറയുന്നത്. So let's turn your valuable attention to the third word. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധയെ എത്തിക്കാം. നമ്മൾ വായിക്കാം ഒരിക്കൽ കൂടെ. തെസ്സലോനിക്കർ 5:9-10. ദൈവം നമ്മെ കോപത്തിനല്ല, പകരം നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ചില ഭാഗങ്ങൾ ഇങ്ങനെ പിരിച്ചു വെച്ച് അതിൻ്റെ പൊരുൾ തിരിച്ചു പഠിക്കുവാനായിട്ട് കഴിയും. അതിന് ഞാൻ ഒന്നാമത് തിരിച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടിഥമി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ verb and aorist form, middle tense indicative and third person and singular form. എന്ന് പറഞ്ഞാൽ നിയമിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് നിയമിച്ച് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് ടെൻസിനെ ഫോം ചെയ്യുകയാണ്. അത് ഒരു മുൻ വരവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തിനെ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. നമ്മെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം, നമ്മെ ആക്കിയിരിക്കുന്നു എന്നർത്ഥം. മുൻപ് എപ്പോഴോ ആക്കി വെച്ചു എന്നുള്ളതല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ആക്കി വെച്ചു കൊള്ളാം എന്നുള്ളതല്ല. ക്രിസ്തീയ രക്ഷയുടെ അതിപ്രധാനമായ ഘടകമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മാത്രയിൽ ദൈവത്തിന്റെ മക്കളെ രക്ഷയ്ക്കായി രക്ഷപ്പെടാനായി ദൈവമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ സിറ്റി ചർച്ചിനകത്ത് ആരാധനയ്ക്ക് വേണ്ടി ദൈവമക്കൾ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? രക്ഷപ്പെടാൻ. ഇവിടെ നശിച്ചു പോകാൻ ആരും കൂടി വരുന്നില്ല. നശിച്ചു പോകാൻ കിടന്നിടത്ത് നിന്നും, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി വീണ്ടും രക്ഷയിലേക്ക് നമ്മെ നയിപ്പാൻ ഒരു രക്ഷാനായകൻ നമ്മെ ചേർത്ത് വച്ചിരിക്കുന്നതാണ് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നു. നമ്മെ എന്തിനു നിയമിച്ചാക്കിയിരിക്കുന്നു? നമ്മെ നിയമിച്ചാക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള എന്തൊക്കെയോ ക്രമമില്ലാതെ നടക്കുന്നു എന്നർത്ഥം. എന്തിനാണ് അവൻ നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നത്? രക്ഷയുടെ പെട്ടകത്തിൽ രക്ഷപ്പെടാൻ അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് രക്ഷപ്പെടാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. കഷ്ടതകളിലും കഠിന ശോധനകളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. പതിയിരിപ്പുകാരായ പിശാചിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരിക്കലും മറന്നു പോകരുത്, ഈ മണ്ണിൽ നിന്നും നമ്മെ രക്ഷപ്പെടാനാക്കി വെച്ചിരിക്കുന്നു. വരുവാനുള്ള മഹാകോപ ദിവസത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുവാൻ അവിടുന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആക്കി വയ്ക്കപ്പെട്ടവർക്ക് ഉറപ്പോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയും, ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്, ഏക പ്രത്യാശ യേശു ക്രിസ്തു മാത്രമാണ്, ഏക മാർഗം യേശു ക്രിസ്തു മാത്രമാണ്, എല്ലാ ചോദ്യങ്ങൾക്കും ഏക ഉത്തരം യേശു ക്രിസ്തു മാത്രമാണ്. കാരണം അവനിലൂടെ ദൈവം നമ്മെ നിയമിച്ച് ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആരാണ് നമ്മെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആക്കി വെച്ചത്? പള്ളിക്കാരാണോ, പട്ടക്കാരാണോ, പാസ്റ്റേഴ്സാണോ, ഡീക്കന്മാരാണോ, അച്ഛന്മാരാണോ, മെത്രന്മാരാണോ? അല്ലേ, അല്ല. നമ്മെ ആക്കി വെച്ചിരുന്നത് പരമകാരുണ്യവാനായ ദൈവം തന്നെയാണ്. നമ്മെ രക്ഷപ്പെടുവാനാക്കി വെച്ചിരുന്നത് എന്തുകൊണ്ടാണ്? യേശു പറഞ്ഞു എന്നുള്ളതാണ്. നാം യോഹന്നാൻ സുവിശേഷം 10-ാം 26 മുതൽ 28 വരെയുള്ള ഭാഗം പരിശോധിച്ചാൽ കർത്താവായ യേശു പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പിതാവ് തന്നിരിക്കുന്നതിനെ ഞാൻ സൂക്ഷിക്കും, അത് മറ്റാരും എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ സെക്യൂരിറ്റി, ഒരു വലിയ നിത്യമായ സംരക്ഷണം നമ്മുടെ കർത്താവ് ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്. അയ്യോ എന്നുള്ള വിളി നമ്മുടെ ജീവിതത്തിൽ വരരുത്. പകരം കർത്താവേ സ്തോത്രം, ദൈവമേ ഹല്ലേലൂയ എന്നുള്ള വാക്കുകളായിരിക്കണം ദൈവവൈദ്യന്റെ വായിൽ നിന്നും മുഴങ്ങി കേൾക്കേണ്ടത്. എനിക്ക് എന്തിങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല വരേണ്ടത്. പകരം ഇങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇത് ഞെരുങ്ങിയ പാതയാണെങ്കിൽ ഈ ഞെരുക്കത്തിന്റെ ഒടുവിൽ ദൈവം എന്നെ വിശാലതയിലേക്ക് നടത്തും എന്നുള്ള പദമായിരിക്കണം ഒരു ദൈവവൈദ്യന്റെ വായിൽ നിന്നും മുഴങ്ങി കേൾക്കേണ്ടത്. വി ആർ എക്സ്പെക്ടിങ് the second coming of Christ Jesus. നമ്മൾ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അവിടെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനാക്കി വെച്ചിരിക്കുന്നു?
സ്പെസിഫിക് ആയിട്ട് പറയുന്നു, രക്ഷ പ്രാപിക്കുവാൻ അവിടെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം തൻ്റെ രക്ഷാ പദ്ധതികൾ നേരത്തെ ഒരുക്കുമോ? അവിടുന്ന് നേരത്തെ തന്നെ തൻ്റെ രക്ഷാ പദ്ധതി ഒരുക്കി വയ്ക്കുമോ? ചോദ്യമാണ്. ഉത്തരമായിട്ട് നമുക്ക് പരിശോധിക്കാം. വേദപുസ്തകത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടിമ വീടായി കിടന്ന് മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ 400 വർഷം കഴിഞ്ഞ് മോചിപ്പിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് ദൈവം നിയമിച്ചത് പെട്ടെന്നായിരുന്നോ അതോ ദൈവം മുന്നമേ നിയമിച്ചിരുന്നു? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വായിക്കാം. ഉൽപ്പത്തി 15, 13, 14. വേഗത്തിൽ വായിച്ചു തന്നാൽ വളരെ സന്തോഷം. ഉൽപ്പത്തി 15, 13, 14. മറ്റൊരാൾക്ക് പുറപ്പാട് 12, 40, 41, 50. അപ്പോൾ ദൈവം അബ്രാമിനോട്, അബ്രഹാം ആയിത്തീർന്നിട്ടില്ല, അബ്രാമിനോട് പറയുകയാണ്, വിശ്വാസത്തിലൂടെ എടുക്കുന്നതിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം, അടിവരെ എണ്ണം ബൈബിൾ ഉണ്ടെങ്കിൽ 400 സംവത്സരം എന്തായി തീരും? പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. എന്നിട്ട് നീ പീഡിപ്പിക്കുന്ന അറിഞ്ഞുകൊള്ളണം. എന്നിട്ട് വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത ഉണ്ടാകുന്നതിന് മുൻപ്, ദൈവത്തിന് സ്വന്തം ജനമായിട്ട് ഒരു വലിയ കൂട്ടത്തെ വേർതിരിക്കുന്നതിന് മുൻപ്, ഒരുപക്ഷെ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് അവർ എത്തുന്നതിന് മുൻപ്, എന്തിനേറെ പറയണം, യോസഫിന്റെ കാലഘട്ടം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം പദ്ധതി ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? രക്ഷിക്കപ്പെടാൻ വേണ്ടി. ഇന്നെ കേൾക്കുന്ന ദൈവ പൈതങ്ങളെ, ഞാൻ അവിടെ നിന്ന് ദൈവാത്മാവിൽ ഒരു ആലോചനയോട് പറയട്ടെ. നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ദൈവം മുന്നമേ ചില പദ്ധതികളെ ഒരുക്കിയിട്ടുണ്ട്. നാശകരമായ അവസ്ഥകളിൽ കിടന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. മനസ്സ് തളർന്ന് വിഷമിച്ച് മലം കലങ്ങിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് ഇന്ന് പുൽപ്പറ്റിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ചില പദ്ധതികൾ ദൈവം ഈ പകലിൽ ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ചില പദ്ധതികളെ ചിലപ്പോൾ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, നിങ്ങൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഉറച്ചും ധൈര്യമുള്ളവനായിരിക്കുക. നിങ്ങളെ വിളിച്ച നാഥനെ വിളിക്കുക. അനുയോജ്യമായി നിങ്ങൾ ജീവിക്കുക. വചനത്തെ മുറുകെ പിടിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ വചനത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക. അവിടുന്ന് രക്ഷാപദ്ധതി നിങ്ങൾക്ക് വേണ്ടി മുന്നമേ ഒരുക്കിയിട്ടുണ്ടാകും. വായിക്കാം. പുറപ്പാട് 12, 40, 41, 50. 40 മുതൽ 41, പിന്നെ 51 വാക്യം. അവർ 400 വർഷം പരദേശവാസം കഴിച്ചു. ഒടുവിൽ ശേഷം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ ദൈവം നിശ്ചയിച്ചിരുന്ന ആ രക്ഷാ ദിവസം, ആ ദിവസം തന്നെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രാമിനോട് ദൈവം പറഞ്ഞത് അവർ പുറപ്പെട്ടു പോരും. അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്? പുറപ്പാടിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർ പുറപ്പെട്ടു പോന്നു. എനിക്ക് കൈതട്ടി ആരാധിക്കാൻ തോന്നുന്നുണ്ട്. കാരണം ദൈവം പറഞ്ഞു, ഒരു വലിയ ജനത ഉടലെടുക്കുന്നതിന് മുൻപേ ദൈവം പറയുകയാണ്, അവർ പുറപ്പെട്ടു പോരും. പുറപ്പാട് പുസ്തകത്തിൽ ആ പുറപ്പെട്ടു പോരുമെന്ന് പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യർ മറന്നുപോയിട്ടും മറന്നുപോകാത്ത ഒരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. പ്രിയ സുഹൃത്തെ, ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. അവിടെ നിന്ന് ഒരുക്കിയ രക്ഷാ പദ്ധതികളെ അവിടുത്തെ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. നിങ്ങളെ കഷ്ടത്തിൽ നിന്നും, ആ ചങ്ങലകളിൽ നിന്നും, ആ ബന്ധനത്തിൽ നിന്നും, ആ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ പുറപ്പെടുത്തി ദൈവം സ്വതന്ത്രമാക്കി യഥാസ്ഥാനപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന ലോകത്തിന്റെ വിധിയെ കർത്താവ് മാറ്റി എഴുതും. എനിക്ക് കൈയടിച്ച് ആരാധിക്കാൻ തോന്നുന്നുണ്ട് പ്രിയരെ. നിങ്ങളോട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ അകത്ത് തുള്ളിച്ചാടുകയാണ്, ചെലങ്കയൊക്കെ ഇട്ട് സ്തുതിക്കുകയാണ്. വാസ്തവത്തിൽ റിസീവ് ദിസ് വേർഡ്. നിങ്ങൾ ഈ വചനം സ്വീകരിക്കൂ. രക്ഷപ്പെടില്ല എന്ന് ലോകത്തിന്റെ വിധി നിങ്ങളുടെ മുഖം നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിധിയെ രണ്ടായി കീറിയെറിഞ്ഞ് ഒരു പുതിയ വഴി തുറന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ദൈവം ചർച്ചിലുണ്ട്. അവനെ കാണുന്നവർ, ആത്മകണ്ടുകടി കാണുന്നവർ കൈയടിച്ച് മഹത്വം കൊടുത്താട്ടെ. അവർ പുറപ്പെട്ടു പോരുമെന്ന് ദൈവം പറഞ്ഞു. അവർ പുറപ്പെട്ടു പോന്നു. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക്
നീക്കുപോക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഭവിച്ച സകല കഷ്ടത്തിലൂടെയും നടന്നും കടന്നും പോയ ഒരു നല്ല നാഥൻ നമുക്കുണ്ട്. നിങ്ങളുടെ വേദന അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവിടെ നിന്ന് അനുഭവിച്ച വേദനയിൽ നിന്നും അവിടെ നിന്ന് പുറത്ത് വന്നെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും പുറത്തെടുക്കാൻ നിങ്ങളുടെ വേദനയെ നന്നായി അറിയുന്ന ഒരു ദൈവം ഈ പകലിലുണ്ട്. അവിടെ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ രക്ഷയ്ക്ക് പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. പ്രകൃതികൾ പോലും ഒരുങ്ങി നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, ലോകത്തിനും ലോക മനുഷ്യനും ദൈവപക്കൽ ശിക്ഷാവിധി ഇതുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ശിക്ഷാവിധി, ശിക്ഷ എന്ന വിധി, അവരുടെ വിധി ശിക്ഷയായിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അവർ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല, രക്ഷകനായി അംഗീകരിക്കുന്നില്ല. അദ്ദേഹം മാത്രമാണ് ഏകവഴിയെന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം മാത്രം ഏകവഴിയെന്ന് അംഗീകരിക്കുന്നവർക്ക്, അദ്ദേഹം മാത്രം ഏകദൈവമെന്ന് അംഗീകരിക്കുന്നവർ പോരാ. തീത്തോസ് പറയുന്നു, അദ്ദേഹം മാത്രം മഹാ ദൈവം. ആരോടെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, ഈസ് ജീസസ് ഗോഡ്? അവരുടെ പറഞ്ഞു, നോ, ജീസസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് ഗോഡ്. അവരെ നമ്മൾ ചോദിക്കും, യേശു ദൈവമാണോ? നമ്മൾ പറയണം, അല്ല സുഹൃത്തെ, കുറച്ചും കൂടെ പറയാനുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ദൈവം മാത്രമല്ല, അവിടെ നിന്ന് മാത്രമാണ് മഹാദൈവം. ഈ ലോകത്തിനൊരു ദൈവമുണ്ടെങ്കിൽ, സ്വർഗത്തിനൊരു ദൈവമുണ്ടെങ്കിൽ, സകല ഭൂതരത്തിലുള്ള ഭൂലോകവാസികൾക്കും ദൈവങ്ങളല്ല, ദൈവമുണ്ടെങ്കിൽ അത് ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അപ്പൊ പിശാചിന് പ്രവർത്തിക്കുവാൻ വാതിൽ തുറന്നു കൊടുത്തതുകൊണ്ട് അവർക്ക് ശിക്ഷാവിധിയുണ്ട്. അവർ ദൈവപുത്രനായ യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവർക്ക് ശിക്ഷാവിധിയുണ്ട്. അഴുക്കെന്ന് വിളിക്കുന്ന, വേദപുസ്തകം അഴുക്ക്, മാലിന്യം, കളങ്കം, കറ, വാട്ടം എന്നൊക്കെ വിളിക്കുന്ന പാപത്തെ കെട്ടിപ്പിടിച്ച് അവർ സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് ശിക്ഷാവിധിയുണ്ട്. എന്നാൽ പാപത്തെ മുഴുവനും തള്ളിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ടോടുന്ന ദൈവപൈതങ്ങൾക്ക് കർത്താവിൽ നിന്നും പ്രതിഫലമുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്, ലക്ഷ്യമെങ്ങും ഞാൻ കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. കാരണം എന്തുകൊണ്ട്? ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ. എത്ര ഇക്ഷയാണ്! നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ പാട്ടിൻ്റെ ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്കൂ, ആ കവിത നിങ്ങൾ പരിശോധിക്കൂ. യേശുവിൽ അലിഞ്ഞുള്ള ജീവിതം. കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡി കർത്താവിൻ്റെ ദാസൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ടത് ചിന്തിപ്പിച്ചു. Apostle Paul says, what I am living is Christ. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പം അദ്ദേഹം അതിനൊരു വ്യാഖ്യാനം കൊടുത്തു. നമ്മളെ പിഴിഞ്ഞെടുത്താലും ആ പിഴിഞ്ഞ് പുറത്തു വരുന്നത് ക്രിസ്തുവായിരിക്കണം. അപ്പോൾ എൻ്റെ മനസ്സ് റിലേറ്റ് ചെയ്തു, ദൈവമേ, നമ്മളെ പിഴിഞ്ഞെടുത്ത് ക്രിസ്തു പുറത്തു വന്നാൽ ആ സൗരഭ്യവാസന എല്ലായിടവും പരക്കും. Paul says that ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. എന്തുകൊണ്ട്? ലോകം പിഴിഞ്ഞെടുക്കുകയാണ്. പിഴിഞ്ഞെടുക്കുമ്പോൾ ആ പിഴിച്ചിൽ ക്രിസ്തു വെളി വരുന്നു. ക്രിസ്തു വെളി വരുമ്പോൾ ക്രിസ്തുവിലുള്ള സൗരഭ്യവാസന ലോകം മുഴുവൻ പരക്കുന്നു. ആമേൻ. നാം രക്ഷിക്കപ്പെടുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ, നാം കോപത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നവരല്ല. കോപം എന്ന് പറയുന്നത്, നമ്മൾ യെഹെസ്കേൽ പ്രവചന പുസ്തകം മുഴുവനും പരിശോധിച്ചാൽ ദൈവ കോപത്തിൻ്റെ ഒരു മഹാവിസ്ഫോടനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് ഈസ് ഈക്വൽസ് ടു നാശം, അല്ലെങ്കിൽ ശിക്ഷ. ദൈവം കോപിച്ചു എന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ അതിനർത്ഥം അതിൻ്റെ അനന്തരഫലം നാശമുണ്ടായി എന്നർത്ഥം. സൊദോം ഗൊമോറ, പുരുഷനോട് പുരുഷൻ അവലക്ഷണം കാണിച്ചു, സ്ത്രീയോട് സ്ത്രീ അവലക്ഷണം കാണിച്ചു, ദൂതന്മാരെ പോലും ഭോഗിക്കേണ്ടതിന് വാതിൽ തുറന്ന് താട എന്ന് നിലവിളിച്ചു. അവർ ശരീരത്തെ മലിനതയിൽ ഇട്ട് കളഞ്ഞു. ഞങ്ങൾക്ക് വേണം ഡിഗ്നിറ്റി, ഞങ്ങൾക്ക് വേണം ഇക്വാലിറ്റി, ഞങ്ങൾക്ക് വേണം ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായി വാദിച്ചു. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. സൊദോം ഗൊമോറ ചരിത്രത്തിൽ തന്നെ നീങ്ങപ്പെട്ടു. നിനവേ ഒരിക്കൽ മാനസാന്തരപ്പെട്ടു യോനായുടെ പ്രസംഗത്തിൽ. പക്ഷേ നഹൂം പ്രവചനം നിങ്ങൾ വായിച്ചു നോക്കൂ, മാനസാന്തരപ്പെട്ടവർ വീണ്ടും തെറ്റിപ്പോയി. നഹൂം പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിനവേ പട്ടണം അശേഷം നശിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ ദൈവകോപം എന്നൊരു സംഗതി കണ്ടാൽ മക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദ റിസൾട്ട് വിൽ ബി ഡിസ്ട്രക്ഷൻ. പക്ഷെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട തലമുറയ്ക്ക് ദൈവത്തിൻ്റെ കോപമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദ മോസ്റ്റ് സുപ്രീം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, that he himself invites us to live with him. കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. എത്ര മഹാക്ഷണമാണ്! ഹല്ലേലൂയ! നോക്കൂ, ഇവിടെ പലരും പിറന്നു, എന്തിന് പിറന്നു എന്ന് പോലും അറിയാതെ. ഞാൻ എന്തിന് ജനിച്ചു എനിക്കറിയില്ല. ദർ ഇസ് നോ പർപ്പസ് ഓഫ് ലൈഫ്. ഈ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർക്ക് ആർക്കും ജീവിതത്തിൽ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ഉദ്ദേശശുദ്ധി പോലും ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹി ബോൺ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മെ രക്ഷിക്കുവാൻ.
നമ്മെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിട്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വീണ്ടും പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ബഹു കഷ്ടം അനുഭവിച്ചു, എങ്കിലും നിങ്ങൾക്ക് മാതൃകയായിരിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവിന് മാതൃകയുള്ളവനായിരുന്നു. ഞങ്ങൾ കർത്താവിന് മാതൃകയുള്ളവരായി തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് മാതൃകയുള്ളവരായി തീർന്നു. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സഹോദരിയുടെ ഭവനത്തിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ട് ആ ഭാഗത്തുള്ള ആരും കേൾക്കുന്നില്ല, ചെവി കൊള്ളുന്നില്ല. അവർ പറയുന്ന ആരും ശ്രവിക്കുന്നില്ല. അപ്പോൾ കർത്താവദാസൻ എന്നോട് പറഞ്ഞു, മക്കളെ ഇതെന്തുകൊണ്ടെന്ന് അറിയാമോ? ഇവർക്ക് സാക്ഷ്യമുള്ള ജീവിതമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ഭവനത്തിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ആത്മാവിന് സത്യത്തിലും ആരാധിച്ചു വന്നിട്ട്, കുടുംബത്തിനകത്ത് ആത്മാവിന് സത്യത്തിൽ ആരാധിച്ചു വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചിലരൊക്കെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നാം പരിശോധിച്ച് നോക്കേണ്ടത് നമ്മളൊരു മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളത് ചെക്ക് ചെയ്യണം. നമ്മൾ എക്സാംപ്ലറി ആയിട്ട് നമ്മുടെ കുടുംബത്തിനകത്ത് താമസിച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പറയുന്ന ആത്മീക കാര്യങ്ങൾക്ക് അവർ ചെവി തരണമെങ്കിൽ നമ്മൾ മാതൃകയുള്ളവരായി ജീവിക്കണം. അതാണ് അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. നാം ആവർത്തന പുസ്തകം 1-ാം അധ്യായം 32-40 വായിച്ചാൽ അവിടെ ദൈവം ഇപ്രകാരം പറയുന്നു, മത്സരികളായ ജനം ദൈവത്തെ കോപിപ്പിച്ചു. രക്ഷ ഇവിടെ സൗജന്യമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ സ്വയമേ രക്ഷ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നത് മത്സരികളാണ്. മോനെ, ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്ക്, ദൈവം നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരും, നിന്റെ ഏത് അവസ്ഥകൾ മാറ്റം വരും. വേണ്ട, അങ്ങനെയുള്ള സംഗതികളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ദൈവത്തെ കോപിപ്പിക്കുന്നതിന് തുല്യമാണ്. ചട്ടമ്പി സ്വാമി ഇപ്രകാരം പറയുകയുണ്ടായി, ക്രിസ്തീയ മിഷനറിമാർ ഇവിടെ വന്ന് നമ്മുടെ സമൂഹത്തെ അധികം അടച്ചാക്ഷേപിച്ചു. അവർ ഇവിടെ വന്നു അഹിംസ, അവർ ഇവിടെ വന്നു നീചതന്ത്രങ്ങൾ കൊണ്ടുവന്നു, അവർ ഹീനമാർഗം ഉപദേശിച്ചു, അവർ ഇവിടെ അന്യായം കൊണ്ടുവന്നു, ഞങ്ങളുടെ ശ്രുതികളെയും ഞങ്ങളുടെ സ്മൃതികളെയും ഞങ്ങളുടെ ആപ്തവാക്യങ്ങളെയും അവർ വികലപ്പെടുത്തി എന്ന് അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം പറഞ്ഞ നീചതന്ത്രം എന്താണെന്ന് അറിയാമോ? അടിമകളെ സ്വതന്ത്രമാക്കുക, രക്ഷ സൗജന്യമാണ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നീചതന്ത്രം. എടാ, ഹിംസിക്കരുത്, നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, നിങ്ങളെ ചെകിട്ടത്തടിച്ചാൽ മറു ചെകിടം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ ക്ഷമ നിങ്ങൾ ധരിക്കണം. എന്നിൽ നിന്നും കണ്ട് സൗമ്യത സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മാർഗം ഹീനമാർഗം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സകല അന്യായങ്ങളും മാറി ന്യായം സ്ഥാപിക്കാൻ ഭൂമിയിൽ വന്ന ന്യായാധിപതിയായ ദൈവത്തിൻ്റെ വാക്കുകളെ അന്യായം എന്ന് പറഞ്ഞു. ഇവരാണ് ദൈവത്തെ കോപിപ്പിക്കുന്നവർ. ഇങ്ങനെ കോപിപ്പിക്കുന്നവരുടെ അവസാനം വേദപുസ്തകം പറയുന്നത് they will be distracted എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ കർത്താവ് പ്ലക്ക് ചെയ്ത് പുറത്തെറിയും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരല്ല എന്ന ഒരു സന്തോഷ വർത്തമാനമാണ് കർത്താവ് നമ്മോട് പകരുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നത് അവനോടൊപ്പം കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയാണ്, അവകാശിയായി ജീവിക്കാൻ വേണ്ടിയാണ്. യേശുവിന് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പങ്കുകാരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരാ ദൈവത്തെ കോപിപ്പിക്കുന്നത്? മത്സരികൾ ദൈവത്തെ കോപിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയുണ്ടോ? നിരാശ നിറഞ്ഞ അവസ്ഥയുണ്ടോ? കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥയുണ്ടോ? ആകുല പ്രയാസങ്ങളെ നിങ്ങൾ നീറുന്നുണ്ടോ? നിങ്ങൾ കലക്കത്തിന്റെ അവസ്ഥയിലാണോ? നിങ്ങൾ ഭാരത്തിന്റെ അവസ്ഥയിലാണോ? ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കൂ. എപ്പോഴെങ്കിലും കർത്താവിനെ ഞാൻ കോപിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവവചനത്തിന് മത്സരിയായിട്ടുണ്ടോ? ആരാധനയ്ക്ക് ഞാൻ മത്സരിയായിട്ടുണ്ടോ? കാരണം അടിമത്തത്തിൽ നിന്നും പുറത്തു വന്ന സകല ജനത്തെയും വീട്ടിൽ അതുപോലെ പറഞ്ഞു വിടാതെ പോയി കുളിച്ചിട്ട് നിങ്ങൾ വേഗം വരണം എന്ന് നെഹമ്യാവ് വിളിച്ചു പറയുകയും ഒരു വലിയ പുൽപ്പിറ്റ് ഉണ്ടാക്കി അതിനകത്ത് എസ്രാ ശാസ്ത്രിയെ കയറ്റി നിർത്തി ദൈവത്തിൻ്റെ ന്യായപ്രമാണം തുറന്നു വെച്ച് ആ അടിമത്തത്തിൽ നിന്നും വിമോചനം സ്വീകരിച്ച് വന്നവരുടെ കാതിൽ ആദ്യം ഇഞ്ചക്ട് ചെയ്ത് കയറ്റിക്കൊടുത്തത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നോട് ചോദിച്ചാൽ അവർ മത്സരികളും നിഗളികളുമായി തീരാതിരിക്കാൻ വേണ്ടി. എനിക്ക് ആ ഭാഗം എടുക്കാൻ സമയമില്ല. ദൈവം സഹായിച്ചിട്ടല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുമ്പിൽ ആര് രക്ഷയുടെ ഒരു അനുഭവത്തിന് വേണ്ടി വന്നാലും, ഞാൻ വലിയ കഷ്ടത്തിലാണെന്ന് പറഞ്ഞാലും, ഞാൻ വലിയ ഞെരുക്കത്തിലാണെന്ന് പറഞ്ഞാലും, ഒരൊറ്റ വാക്ക് പറയാൻ എല്ലാ ദൈവമക്കളും ഇന്ന് പകലിൽ തൻ്റെ ഇടമുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. യേശുവിന് നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരാൻ കഴിയും എന്ന് പറയാൻ നിങ്ങൾ ശക്തിയുള്ളവരായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മുട്ടുവേദനയോട് നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുകയായിരിക്കാം, നിങ്ങളുടെ ശരീരം മുഴുവനും രോഗത്താൽ പ്രയാസപ്പെട്ടിരിക്കുകയായിരിക്കാം, നിങ്ങൾ കടത്തിൽ മുങ്ങി നിൽക്കുകയായിരിക്കാം. എങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ പറയണം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരോട്, യേശുവിന് നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സോ രക്ഷ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരൊറ്റ വാക്കിൽ കൊടുത്തിരിക്കുന്നു, സ്വസ്ഥതാ പ്രവേശനം. സ്വസ്ഥതാ പ്രവേശനം. യേശുവിലുള്ള വിശ്വാസം. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇപ്പോഴും സ്വസ്ഥതയില്ല.
കഴിഞ്ഞ ദിവസം വാർത്ത വന്നു, ഇസ്രായേലിലെ സോൾജേഴ്സിൻ്റെ ശരീരം മുഴുവനും പരുക്കൾ കൊണ്ട് നിറഞ്ഞ് പൊട്ടുകയാണ്. ഒരു വാക്ക് കൊണ്ട്, കർത്താവേ അങ്ങ് മാത്രമാണ് ദൈവപുത്രൻ, ഞങ്ങൾ അങ്ങേ നിന്ദിച്ചു, ഞങ്ങൾ അങ്ങേ തറച്ചു കൊന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ നോക്കുന്ന മതിലിൽ നിന്നും മാറി ഉയർന്ന് ദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവം കരുണ കാണിക്കുകയില്ലേ? ദൈവം കരുണ കാണിക്കും. നാം മത്സരികളാകരുത്, നിഗളികളാകരുത്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അനുസരണയുള്ളവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ നാം സേവനം ചെയ്യുന്നവരാകണം. പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച് പറയും, ഉത്സാഹം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മുടെ അടുത്ത് വരണം. നാം ഒന്നും പ്രതീക്ഷിക്കരുത്. ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാം ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നും മാത്രമായിരിക്കണം. എന്തുകൊണ്ട്? മനുഷ്യരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും പൊടിഞ്ഞു പോകും, താൽക്കാലികമാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ആ പടിവാതിൽകൾ വെച്ച് ഇന്ന് നമ്മോട് കൂടെ ദൂരദേശത്തായിരിക്കുന്ന ദൂര ജോലിയിലായിരിക്കുന്ന കർത്താവ് സുമിത് അവർകൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു അപ്രിസിയേഷനും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ദൈവസന്നിധിയിൽ അപ്രീസിയേഷൻ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നിന്നാൽ ദൈവം നമുക്ക് അപ്രീസിയേഷൻ തരേണ്ട ഇടങ്ങളിൽ തരും. അപ്പോഴും നമ്മൾ ഹമ്പിളായിരിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കി. പറയുമ്പോൾ നമ്മൾ ജീവിതം പരിശോധിക്കണമല്ലോ. ആ ജീവിതത്തിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ഹംബിൾനെസ്. ഇതൊരു മാതൃക മാത്രം. നമ്മുടെ ഇടയിൽ പലരും അങ്ങനെയുണ്ട്. ഞാൻ അവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എൻ്റെ ഈ സെർമണിൽ നിന്ന് ഞാൻ വിട വാങ്ങുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എൻ്റെ അറിവില്ലായ്മയിൽ, നമ്മുടെ അറിവില്ലായ്മയിൽ ഈ പകലിൽ നാം ചോദിക്കണം, എൻ്റെ അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് നാം ദൈവത്തെ എപ്പോഴെങ്കിലും കോപിപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തെ ഞാൻ എപ്പോഴെങ്കിലും കോപിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ അറിവില്ലായ്മയിൽ, നമ്മുടെ അജ്ഞതയിൽ ദൈവത്തിനോട് നമുക്ക് കോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകലിൽ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരൊറ്റ വാക്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിർമ്മലരായി തീരും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിർമ്മലരായി തീരും. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ മേലുണ്ടായിരുന്ന കോപത്തെ അവിടുന്ന് മറ്റൊരാളിൻ്റെ മേൽ ഇറക്കി വെച്ചു എന്നുള്ളതാണ്. യെശയ്യാ 53:10 ഇപ്രകാരം പറയുന്നു, എന്നാൽ യേശുവിനെ കോപത്തിൽ, ശിക്ഷയിൽ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവം യേശുവിനെ കഷ്ടം വരുത്തി. ആരുടെ കഷ്ടം വരുത്തി? ബിഥിയയുടെ കഷ്ടം വരുത്തി. ആരുടെ കഷ്ടം വരുത്തി? രാജേഷിൻ്റെ കഷ്ടം വരുത്തി. ആരുടെ കഷ്ടം വരുത്തി? നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടങ്ങൾ വരുത്തി. നാം ഏൽക്കേണ്ടിയിരുന്ന കഷ്ടങ്ങളെ അവൻ്റെ മേൽ ശരീരത്തിൽ വരുത്തി. ദൈവം യേശുവിന് കഷ്ടം വരുത്തി. യേശുവിൻ്റെ പ്രാണനെ ഒരു അകൃത്യ യാഗം പോലെ ഒഴിച്ചു കളയുവാൻ അവിടത്തേക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. സ്വയം നടന്ന് ക്രൂശിലേക്ക് ആണിയടിച്ച് തറയ്ക്കപ്പെട്ട് മരണം സ്വീകരിക്കാനായി നടന്നുപോയി തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന രക്ഷാനായകൻ. അവിടെ നിന്ന് അത്ര ഊനമില്ലാത്ത ആട്ടിൻകുട്ടി, അവിടെ നിന്ന് അത്ര കുറവില്ലാത്ത ആട്ടിൻകുട്ടി, അവിടെ നിന്ന് അത്ര ദോഷമില്ലാത്ത ആട്ടിൻകുട്ടി, അവിടെ നിന്ന് അത്ര പോരായ്മകളില്ലാത്ത ആട്ടിൻകുട്ടി, എനിക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയ അതേ ആട്ടിൻകുട്ടി. നിങ്ങൾക്കറിയാമോ, ആത്മീയ മർമ്മത്തിൽ, വെളിപ്പാടിൽ ഇപ്രകാരം വേദപുസ്തകം പഠിപ്പിക്കുന്നു, പിതാവ് പുത്രനെ തകർക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പുത്രൻ ആ പഴയ തന്ത്രശാലിയും വഞ്ചകനായ പിശാചിന്റെ പ്രവർത്തികളെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞു. So that we celebrate the death of Christ. അവന്റെ പദ്ധതികളെ അവൻ മുച്ചോട് മുടിച്ചു കളഞ്ഞു. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പാദത്തിന്റെ അടിയിൽ കിടക്കാൻ പിശാചിനെ അവൻ വലിച്ചിടച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആ തകർച്ചയിൽ നിന്നും സർവ്വലോകത്തിനും പൊട്ടിപ്പുറത്തു വന്നതാണ് ദൈവം നൽകിയ രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആ പിശാചുവാദിയായ സ്ത്രീ തൻ്റെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പേറിയ സ്വച്ഛ ജഡ മാംസി തൈലം അടങ്ങിയിരിക്കുന്ന വെൺകൽ ഭരണി യേശുവിന്റെ മുമ്പാകെ പൊട്ടിച്ചപ്പോൾ വീണുടഞ്ഞത് ആ ദർപ്പണങ്ങൾ മാത്രമല്ല, പകരം അവിടെ വീണുടഞ്ഞത് അവൾ തന്നെയാണ്. ചില സമയത്തൊക്കെ നമ്മുടെ പ്രൈഡ്, നമ്മുടെ ചിന്തകൾ, ഞാനെന്ന ഭാവങ്ങൾ ദൈവസന്നിധിയിൽ ഇട്ട് എറിഞ്ഞു കളയുമ്പോൾ അവിടെ ഉടയുന്നത് നമ്മുടെ ചില ചീത്ത സ്വഭാവങ്ങൾ മാത്രമാകരുത്. എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തോടൊപ്പം ഞാനും നിങ്ങളുമായിരിക്കട്ടെ യേശുവിന്റെ മുമ്പിൽ ഉടഞ്ഞു വീഴുന്നത്. പ്രകൃതി പോലും രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഉടഞ്ഞാലുള്ള സംഭവം, ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരുടെ മുൻപിൽ വീണ് കിടന്ന് ഉടഞ്ഞാൽ ഇവർ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ചില ഭാഗങ്ങൾ മിച്ചം വരും. ഇതെവിടെ വയ്ക്കണമെന്ന് അറിഞ്ഞൂടെ, അവരടുത്തങ്ങ് കളയും. മാത്രമല്ല, ഇവർ ഒട്ടിച്ച് പറക്കി വയ്ക്കുമ്പോൾ കാണാനൊരു ചേലും കാണത്തില്ല, ഒരു ഭംഗി കാണത്തില്ല. എന്തോ ഒരു മുഖം എന്ന് നമ്മൾ പറയേണ്ടി വരും, ജീവിതമുഖം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉടഞ്ഞു പോയാൽ, ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ
എൻ്റെ ബുദ്ധിമുട്ട് പ്രകാശിപ്പിച്ച ഒരു ചിന്തയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഉടയാൻ തയ്യാറായാൽ കർത്താവ് ചേർത്ത് വെച്ച് പണിതെടുക്കുമ്പോൾ സുന്ദരമായ ഒരു ജീവിതം അവിടുന്ന് പ്രദാനം ചെയ്യും. അതിനകത്തൊരു ഉടച്ചിലുണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ ദൈവമക്കളെ, ഒരു പൊട്ടലോ ഒരു വിള്ളലോ ഇത് ഉടഞ്ഞുപോയൊരു പാത്രമാണെന്ന് കാണുന്നവരറിയാത്ത നിലയിൽ ദൈവം ആ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് കൊണ്ട് തരാമോ? നിങ്ങൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും. 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നു, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നു. എങ്കിലും താഴെ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറയുമ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ചിന്ത വിചാരിച്ചു ഇവിടുത്തെ ഉറക്കവും ഇവിടുത്തെ ഉണർവും ഒക്കെ പറയുന്നത് മരണത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. യു കീപ് ലുക്കിംഗ് ടു ദ ഇറ്റേണൽ ലൈഫ്. അപ്പോസ്തലനായ യൂദയും ആ കാര്യം തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണെപ്പോഴും ക്രിസ്തുവിൻ്റെ വരവിൽ ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പൻ. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം യേശു പറയുന്നുണ്ട്. അപ്പോൾ ഉണർന്നിരുന്നാലെന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കാത്തിരിക്കുക. അപ്പോൾ ഉറങ്ങിയാലെന്ന് പറഞ്ഞാൽ എന്താണ്? അലസതയ്ക്ക് നാം തന്നെ വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുക. ഉറങ്ങിയാൽ ഉറങ്ങുക എന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അലസതയ്ക്ക് നാം വഴിമാറിക്കൊടുത്ത് ലക്ഷ്യം തെറ്റി നാം വേറെ വല്ല ആയി പോകുന്നതിനാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് യേശു പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ 10 കന്യകമാരെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആ കഥ നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നില്ല. പക്ഷെ ചില ആത്മീയ മർമ്മങ്ങളെ മാത്രം ഞങ്ങൾ പറയാം. മണവാളനെ എതിരേൽക്കാൻ താലവുമേന്തി യാത്ര ചെയ്ത 10 പേരാണ്. അവർക്കൊരൊറ്റ ദൗത്യം മാത്രമേ ഉള്ളൂ, വരുന്ന വിശിഷ്ട വ്യക്തിയെ എതിരേൽക്കണം. അവർ നല്ല വസ്ത്രമൊക്കെ വെച്ച് നല്ല സെറ്റ് സാരിയും മുല്ലപ്പൂവൊക്കെ ചൂടി കയ്യിൽ നല്ല താലവും ഏന്തി എണ്ണയൊക്കെ ഒഴിച്ച് ഇവരിങ്ങനെ കാത്തു നിൽക്കണം. VIP അവർ വന്നില്ല, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എത്തിയിട്ടില്ല. പക്ഷേ കാത്തുനിന്ന് അർദ്ധരാത്രിയായിപ്പോയി. ഇവർ 10 പേര് ഉറങ്ങി എന്ന് വേദപുസ്തകത്തിൽ യേശു പറയുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ ഇപ്രകാരം പറയുന്നു, ഉറങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അദ്ദേഹം വന്ന സമയത്ത് വലിയ ശബ്ദമുണ്ടായി, അറൈസ്, എഴുന്നേൽക്ക്. 10 പേര് ഒരുപോലെ എഴുന്നേറ്റു. പക്ഷെ 10 പേര് എഴുന്നേറ്റിട്ട് 10 പേര് ഒരുപോലെ തിരി കൊളുത്തി. 5 പേർക്ക് പറ്റിയെന്താണെന്നറിയാമോ? മറ്റേ 5 പേരുടെ തിരി അണഞ്ഞു പോകാതെ തെളിഞ്ഞു നിന്നു. കാരണം ഇവർ ഉറങ്ങിപ്പോയപ്പോൾ എണ്ണ തീർന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ അഡീഷണൽ എണ്ണ ഉണ്ടായിരുന്നു നിറയ്ക്കാൻ. ഇവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇവർ നന്നായി ഉണർന്നിരുന്നവരാണ്. ഇവർ ശരിയായി ഉണർന്നിരുന്നവരാണ്. ഇവർ മണവാളനെ കണ്ടിട്ടേ പോകൂ, മണവാളനോടൊപ്പമേ ഞാൻ പോകൂ, മണവാളൻ വരുമ്പോൾ മണവാളനോടൊപ്പം അകത്ത് പ്രവേശിച്ച് ആ ബാങ്ക്വറ്റിൽ ഞാൻ പ്രവേശിക്കും എന്നുള്ള ഉറപ്പിലും ധൈര്യത്തിലും വിശ്വാസത്തിലും അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. നല്ല ഒരുക്കം ഉണ്ടായിരുന്നു, നല്ല മുന്നൊരുക്കം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു? അവരും വിളക്കെടുത്തു, അവരും തിരിതെളിച്ചു. പക്ഷെ അവരുടെ ജീവിതയാത്രയുടെ നടുവിൽ വിളക്ക് കെട്ടി പോയി. അത് മിന്നി അണഞ്ഞു വഴി കാണാൻ പറ്റാതെയായി പോയി. മണവാളൻ എവിടെ? ഇവിടെ വന്നു. വാതിലെവിടെ? അറിയില്ല. മറ്റുള്ളവരെവിടെ? കാണാനില്ല. അങ്ങനെ വിളക്ക് കെട്ട് പോയപ്പോൾ തൊട്ടടുത്തുള്ളവർ ചോദിച്ചു, അല്പം എണ്ണ തരുമോ? അവരെന്താ പറഞ്ഞ്? വി വെർ വെൽ പ്രിപ്പയർഡ്, ഞങ്ങൾ വളരെ ഒരുക്കത്തിലായിരുന്നു. ഇത് ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾക്ക് ദൈവം തന്ന ഈ റിസോഴ്സിനെ നിങ്ങൾക്കും കൂടെ തന്നാൽ നമ്മൾ ഒരുമിച്ച് ചാൻസ്. ഈ അവസരത്തെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ചാൻസ്. എനിക്ക് മണവാളൻ്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കം 10 പേർക്കും വന്നു, നിദ്ര 10 പേർക്കും വന്നു. ഈ 10 പേര് നിദ്രയെ കെട്ടിപ്പിടിച്ചുറങ്ങി. പക്ഷേ ട്രംപറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ, കാഹളത്തിന്റെ ധ്വനി കേട്ടപ്പോൾ, ഗംഭീരനാദം കേട്ടപ്പോൾ നല്ല മുന്നൊരുക്കത്തോടെ ഇരുന്നവർക്ക് അകത്ത് കയറി മണവാളന്റെ കൂടെ ആ ബാങ്ക്വറ്റിൽ കൈപിടിക്കാനായി ദൈവം അനുവാദം കൊടുത്തു. സ്തോത്രം. നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ചെറിയ ആഹ്വാനം പറയുന്നത്, ഇപ്പോഴേ നാം ഒരുങ്ങുകയും നാം ഒരുക്കുന്നവരുമായി തീരണം. നാം ഒരുങ്ങുകയും മറ്റുള്ളവരെ നാം ഒരുക്കുകയും ചെയ്യണം. എന്തിനാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്? കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൂടെ മരിച്ചവർക്ക് മാത്രമേ കൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. എത്ര പേർക്ക് ഇന്ന് പകൽ വളരെ ആത്മാർത്ഥതയോടെയും പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം. ഇന്നലെ കർത്താവിന്റെ ബൈബിൾ സ്റ്റഡിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതം ക്രൂശിക്കപ്പെട്ട ജീവിതം. എന്നെ ഏറെ അത് ചിന്തിപ്പിച്ചു. മരിച്ച് ജീവിക്കുന്നവർ. യേശു എന്താ ഇത്രയധികം പ്രാധാന്യം? അദ്ദേഹം മരിച്ചിട്ട് ജീവനോട് ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കളെ, നമുക്കെന്താ പ്രാധാന്യം? നമ്മളും ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു, ജീവിക്കുന്നു, കൂടെ ജീവിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെയുള്ള വാസം അത് വളരെ ആനന്ദമാണ്. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അത് വളരെയധികം ആനന്ദം തരുന്നതാണ്. കാരണം നമ്മെ മറക്കാത്ത ഒരു യേശുവുണ്ട്.
ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ദൈവമക്കൾ എന്തിന് യേശുവിൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കണം? അമർത്യരാകാൻ വേണ്ടി കാത്തിരിക്കണം. ആ ആഗതനാകുന്ന കർത്താവിൻ്റെ ആ ആഗമനത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.